വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇപ്പം ഇലക്ട്രിക്കലിന്റെ ഷോർട്ട് ലിസ്റ്റ് വേണ്ടി റിസൾട്ട് റാങ്ക് ലിസ്റ്റിനൊക്കെ പെരുമഴിയാണല്ലേ. ഒരു കാലത്ത് എക്സാം ഒക്കെ ഒരുമിച്ച് നടന്നു. അപ്പൊ അതിന്റെയൊക്കെ എന്താ റിസൾട്ട് ഇപ്പം വന്നുകൊടുക്കണം. അതായത് നിങ്ങൾ അന്ന് എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് എന്താ ഇന്നിപ്പോ നിങ്ങൾക്ക് കിട്ടിക്കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ ഇന്നിപ്പോ നമുക്ക് ഡിസ്കസ് ചെയ്യണം ഓവർസീറ്റ് ഗ്രേഡ് ടുന്റെ റാങ്ക് ലിസ്റ്റും അതുപോലെ നെക്സ്റ്റ് പോയിന്റ് ഷോർട്ട് ലിസ്റ്റും ആണ്. അപ്പോൾ ഓവർസീറ്റ് ഗ്രേഡ് ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതൊരു കോമൺ എക്സാം ആയിട്ട് നടന്നതാണ് അല്ലേ. ഓവർസീറ്റ് ഗ്രേഡ് ടു ഇലക്ട്രീഷ്യൻ അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. അപ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്താ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നില്ല. അതിന്റെ കൂടെ എന്താ ഇന്റർവ്യൂവിന്റെ മാർക്ക് കൂടി കൂട്ടിയിട്ടായിരിക്കും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബേസിൽ റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ടാവുക. ഇത് ഓവർസൈറ്റ് ഗ്രേഡ് ടു ഇലക്ട്രിക്കൽ 22,200 തൊട്ട് 48,000 വരെയുള്ള പേ സ്കെയിലാണ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. 16/6/2023 കോമൺ എക്സാം ആയിട്ടാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇത് 7/2/2024 എന്താ വിത്ത് എഫക്ട് ഫ്രം ഈ റാങ്ക് ലിസ്റ്റ് വാലിഡിറ്റി ഉണ്ടാവും 7/2/2024 തൊട്ട്. അപ്പൊ ഇതിൽ മെയിൻ ലിസ്റ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ മാർക്ക് നിങ്ങൾക്ക് ഇപ്പൊ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതിന്റെ ഞാൻ പറഞ്ഞില്ല കോമൺ എക്സാം ആയതുകൊണ്ട് 3 എക്സാമിന്റെയും റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ മാർക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിൽ ഏകദേശം 113ഓളം ആൾക്കാരായിരുന്നു മെയിൻ ലിസ്റ്റിൽ. 103ഓളം ആൾക്കാരാണ് ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഓക്കെ ഇനിയിപ്പോ നമുക്ക് ലക്ഷ്മി ബോളിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 7/2/2024 306/2022 കാറ്റഗറി നമ്പർ. അപ്പോ ഇതില് 26/7/2023 ലക്ഷ്മി ബോളിന്റെ എക്സാം ഉണ്ടായിരുന്നത്. അല്ല, ഏകദേശം 3ഓളം വേക്കൻസി ആണ് ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതില് ഷോർട്ട് ലിസ്റ്റ് നിങ്ങൾ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് നമ്മളില്ല എന്നുള്ള രീതിയിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുള്ളവർക്കാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നത്. അല്ല, ഇപ്പം 51 മാർക്കാണ് കട്ട് ഓഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ 50-ന് മേലുള്ളവർക്കൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വരുന്നുണ്ടാവും. നിങ്ങൾ ആ ഒരു കോർണർ അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി റീജിയൻ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ അവിടെ ഒമിറ്റ് ആയി പോകുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ 26/7/2023 നടന്ന എക്സാം ആണ്. അപ്പൊ ഈ മെയിൻ ലിസ്റ്റ് എത്ര പേരുണ്ടെന്നും അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റ് എത്ര ആൾക്കാരുണ്ടെന്നും അതേപോലെ കട്ട് ഓഫ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ 112ഓളം ആൾക്കാർ മെയിൻ ലിസ്റ്റ് ഉണ്ട്. 123 ആൾക്കാർ സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട്. ഡിഫറെന്റ് ലേബിൾഡ് 12 പേരുണ്ട്. ടോട്ടൽ 247 പേരാണ് അവരുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 52.67 മാർക്കാണ്. KCBIക്ക് 51 സംതിങ് അല്ല കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത്. ഇതിൽ 52.67 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതും എന്താ ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്. ലക്ഷ്മി ബോളിന്റെ ഇന്റർവ്യൂ ഉള്ള പോസ്റ്റാണ്. അപ്പൊ ഇനി അടുത്തത് നിങ്ങൾക്ക് എന്താ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാൻ മെസ്സേജ് വരുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂവിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.